അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ സംഘിക്കുട്ടി എന്ന് പറഞ്ഞത് കേരളത്തിലെ ചരിത്രം പിന്നെ നേതാക്കന്മാരുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം സംഘിക്കുട്ടി ആരാണെന്നുള്ളത്. ഞാൻ എക്കാലത്ത് RSSനെതിരായിട്ട് ശക്തമായി ധീരമായി ഫൈറ്റ് ചെയ്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. എൻ്റെ കുടുംബ വീട് ചെറുവയ്ക്കൽ 1 വർഷക്കാലം പോലീസ് വലയത്തിലായിരുന്നു. അവിടെ ഒരു കൊലപാതകം നടന്നു. അവിടെ അതിൽ മരിച്ചത് ഒരു RSS അനുഭാവിയാണ്. അങ്ങനെ നിരവധി സംഭവങ്ങൾ RSSനെതിരായിട്ട് ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ നിന്നിട്ടുള്ളത്. എല്ലാ രംഗത്തും കഴിഞ്ഞ 40 വർഷക്കാലമായിട്ട് നമ്മുടെ നിലപാട് അങ്ങനെ തന്നെയാണ്. ശ്രീ സതീശ അങ്ങനെയാണോ? അങ്ങനെയാണ്. അങ്ങ് അത്രമാത്രം വാശിയിൽ RSSനെതിരായിട്ടും BJPക്കെതിരായിട്ടും ഫൈറ്റിലാണെന്ന് സ്വയം വിശേഷിപ്പിച്ചു. നാട്ടുകാരും കൂടെ പറയണമല്ലോ ഇയാൾ RSSനെതിരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. സ്വയം വിശേഷിപ്പിച്ച് അങ്ങയോട് ഞാൻ വിനയത്തോടുകൂടി ഒരു കാര്യം പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി BJPയുടെ അക്കൗണ്ട് തുറന്ന മണ്ഡലം എന്ന് പറയുന്നത് നേമത്താണ്. BJPയുടെ അക്കൗണ്ട് തുറന്നത് ഇപ്പോഴും നേമമാണ്. അവർ ഒന്നാമത്തെ A ഗ്രേഡ് ആയിട്ട് കാണുന്നത് നേമമാണ്. അദ്ദേഹം നേമത്ത് നിന്ന് മത്സരിക്കുന്നതിന് വേണ്ട ഒരു നിലപാട് സ്വീകരിച്ച അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ BJPക്കെതിരായിട്ടുള്ള RSSനെതിരായിട്ടുള്ള ഫൈറ്റ് വളരെ ശക്തമായി ഞാൻ തുടരുകയാണെന്ന് അത് നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം നേമത്ത് വന്ന് മത്സരിക്കുക, അദ്ദേഹം സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വെല്ലുവിളിയൊന്നുമല്ല, അപേക്ഷയാണ്. കാരണം എനിക്കും BJPയുടെ തോൽപ്പിച്ച് കാണണമെന്ന് നല്ല ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം പൂച്ച പ്രസവിച്ചിറക്കുന്നതിനോടാണ് ഉപമ പറയേണ്ടത്. ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ. പൂച്ച പ്രസവിച്ചോട്ടെ, അതിനിപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ പ്രസവിക്കാതിരിക്കാൻ പറ്റുമായിരുന്നു. എല്ലാവരും തീരുമാനമായിട്ടില്ല. അല്ല, അദ്ദേഹം BJPക്കും RSSനും വലിയ ഫൈറ്ററാണല്ലോ. കേരളത്തിൽ കേരളത്തിൽ BJP ജയിച്ചിട്ടുള്ള ഏക മണ്ഡലം നേമത്താണല്ലോ. അങ്ങനെയാണെങ്കിൽ നേമത്ത് നിന്ന് മത്സരിച്ച് BJPക്കെതിരായിട്ട് വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ അദ്ദേഹം തയ്യാറാവട്ടെ.